അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പോൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും മുസല്ല കൊണ്ടുപോകണം. എന്തിനാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ നിസ്കാരം. ഗ്രാമങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈദ്ഗാഹ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ള നിസ്കാരമാണിത്. പ്രകൃതിയായിട്ട് ഇണഞ്ഞ് ചേർന്ന് നല്ലൊരു നിസ്കാരം. അൽഹംദുലില്ലാഹ് എന്തായാലും റാഹത്തായിട്ടുള്ള നിസ്കാരമായിരുന്നു. ഇടയ്ക്കിടെ നമ്മളെ പറ്റി നമ്മുടെ ഇവിടുത്തെ ഹാഫിസ് ജി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. കൈയൊക്കെ പിടിച്ചോണ്ടാ കൊണ്ടുവന്ന ഫുഡ്. അപ്പോ അമ്മക്ക് ഇന്ന് ഈദാണല്ലോ. ഈദായിട്ട് ഇതേ ഈ നിൽക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലായിട്ട് പോകുന്നതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഓരോരുത്തരുടെ വീട്ടിലോട്ട് പോകുന്ന ഓരോ പരിപാടിയിലാണ് ഇവിടെ ഉള്ളത്. അതിനിടയിൽ കൂടെ നമ്മുടെ റിയാസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ആസിഫിന്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് കഴിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കയറിയിരുന്നു. പിന്നീട് അവിടുത്തെ ഓരോരോ ചെന്നൈയും അതും ഇതുമായിട്ടൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വിളിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് തമ്മിൽ അടിയായിരുന്നു ആരുടെ വീട്ടിൽ പോകണം അടുത്തതെന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് പിന്നെ പുള്ളീൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിത്. മൂന്നാമത്തെ വീടാണ് നമ്മൾ കയറുന്നത്. ആൾക്കാർ പിടിച്ചോണ്ട് പോവാ സംഭവം. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടുന്ന് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. അടുത്ത വീട്ടിലോട്ടുള്ള വിളി ഓൾറെഡി വന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള പോക്കിലാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീട്ടിലുള്ള കാര്യങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങലും ഇതേപോലെ ആള് കൂടുന്നുണ്ടായിരുന്നു അവരവരുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ അടുത്തൊരു വീട്ടിലോട്ട് എത്തി. ഓരോ വീട്ടിൽ കയറുമ്പോഴും അവരുടെ സൽക്കാരം അൽഹംദുലില്ലാഹ് എന്തായാലും റാഹത്ത് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കഴിച്ചിറങ്ങിയിട്ട് അടുത്ത് നമ്മുടെ നേതാജിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെയും കഴിഞ്ഞിറങ്ങി നേരെ അടുത്ത വീട്ടിലോട്ട് വന്നു. അൽഹംദുലില്ലാഹ് അങ്ങനെ അവിടുത്തെ വീടുകളും കയറി ഇറങ്ങിയതിനു ശേഷം വേറെ വീട്ടിലെത്തി. പിന്നീട് ഇവിടുന്നും സൽക്കാരം ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് നേരെ കയറി വരുന്ന സമയത്തൊരു വീഡിയോ ഉണ്ടല്ലോ, അവിടെയും കൂടെ കയറി. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് അവിടെ നമുക്ക് ലൈവായിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് നമുക്ക് തരാനായിട്ട്. കാരണം അടുത്ത ആൾ വിളിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കൊടുക്കണമല്ലോ. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടെ നിന്നും കഴിച്ച് നമ്മൾ പിന്നെ നേരെ അടുത്തൊരു വീട്ടിലോട്ടെത്തി. അങ്ങനെ അവിടെയും നല്ല രീതിക്ക് തന്നെ സൽക്കാരം ഉണ്ടായിരുന്നു. അവിടെ നിന്നും കഴിച്ച് കഴിഞ്ഞ് പിന്നീട് നേരെ അടുത്ത വീട്ടിലോട്ടും കൂടെ എത്തി. പപ്പു ഭായി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വീട്ടിൽ. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടെയും നമ്മൾ കയറി സെറ്റാക്കി. അവിടെ നിന്നും കഴിച്ചു. ഇതേ ഈ കാണുന്ന തിരക്ക് കണ്ട, ഇത് മൊത്തവും അടുത്ത ആരുടെ വീട്ടിൽ പോകണം എന്നുള്ള ധൃതിയിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. തമ്മിൽ സംസാരമാണ്. ഇതേ നേതാജിയൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, ആ വീട് ഈ വീടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് നേരെ ആ വീട്ടിലും കൂടെ കയറി. ഇവിടെയും നല്ല ഫുഡ് തന്നെയായിരുന്നു അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു വീട്ടിലോട്ടെത്തി. അവിടെയും നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം അടുത്ത വീട്ടിലെത്തി. പിന്നീട് അവിടെയും കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ മുല്ലാജീൻ്റെ വീട്ടിലോട്ടെത്തി. മുല്ലാജീൻ്റെ അവിടെ നമ്മുടെ പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു അൽഹംദുലില്ലാഹ്. അവിടെയും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസുഫിൻ്റെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കഴിച്ച് പിന്നീട് നേരെ ബബുവിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയത്. അവിടെ നിന്നും കഴിച്ചു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് വൈകിട്ടായപ്പോഴത്തേക്കിനും റൂമിൽ എല്ലാവരും വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വീട്ടിൽ പോയി. രണ്ടാമത്തെ വീട്ടിലും നമ്മൾ അവിടെ നിന്ന് തന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെയും കഴിച്ച് പിന്നീട് അടുത്തൊരു വീട്ടിലോട്ടും പോയി. അവിടെ നിന്ന് നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിച്ച് നമുക്ക് ഈ നൈറ്റിൽ ഓരോരോ വീട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തൊരു വീട്ടിലും കയറി. അവിടെ നിന്നും ബിരിയാണിയും റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും നമുക്ക് ഇതേ കണക്കുപോലെ ബിരിയാണിയും റൊട്ടിയും മെയിനായിട്ട് കിട്ടും. അങ്ങനെ അടുത്തൊരു വീട്ടിൽ വന്നു. അവിടെ നിന്നും കഴിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി കാണാം. ഹലോ ഗായ്സ്, ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു? എന്തായാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോയില്ലേ? നമ്മൾ ഇന്നുണ്ടായിരുന്നത് UP-യിൽ ഷാജഹാൻപൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ ബണ്ട എന്ന് പറഞ്ഞൊരു ഗ്രാമത്തായിരുന്നു ഇന്ന് നമ്മളുണ്ടായിരുന്നത്. നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ ഇവിടെ തന്നെ ആയിരുന്നു. കള്ളം പറയാൻ പാടില്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്താ മനുഷ്യന്മാരെന്നറിയോ ഇവിടുത്തുള്ളത്. ഒരു 2 ഗ്രാമമാണ് നമ്മളെ സൽക്കാരത്തിനായിട്ട് വിളിച്ചുകൊണ്ട് പോയത്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കഴിക്കാൻ പോയത് ഓരോ വീട്ടുകളിൽ. ഇതിൻ്റെ അകത്ത് പാതിയോളം ഷോർട്സ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം വീഡിയോ 10 മിനിറ്റ് 15 മിനിറ്റോളം ലെങ്ത് ആയിപ്പോകും. കാരണം അത്രത്തോളം ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്.
എന്താ മനുഷ്യന്മാരെന്നറിയോ ഇവിടെ ഉള്ളവർ. ഭയങ്കര സ്നേഹമാണ് നമ്മളുടെ അടുത്ത്. ഒട്ടുക്കത്തെ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡയലോഗ് പറയല്ല, ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നൊക്കെ, ഏതാണ്ട് ആ ലൈനായിരുന്നു ഇവിടുത്തെ ആൾക്ക്. എന്നാ അടിപൊളി മനുഷ്യന്മാരാണെന്നറിയോ. നമ്മൾ നാട്ടിലെങ്ങനെ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കിന് ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും, കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും, പലയിടത്തും കറങ്ങാനായിട്ടും പോയിട്ടുണ്ടാവും. ഇവിടെ 2 ഗ്രാമത്തിലെ ആൾക്കാർ നമ്മളെ വിളിച്ച് സൽക്കരിക്കുകയാണ്. ഇവിടെ നമ്മളെന്നല്ല, ഇവിടെ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പെരുന്നാളാവട്ടെ ഈദാവട്ടെ എല്ലാത്തിനും എന്ത് ചെയ്യും, ഗ്രാമങ്ങളെല്ലാവരും എല്ലാവരുടെ വീട്ടിലും കയറിയിരിക്കും. അത് ഗ്രാമമെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാണ്. ഈ അടുത്തടുത്ത വീടുകളിൽ എല്ലായിടത്തും എല്ലാവരും എല്ലാ വീട്ടിലും പോയിരിക്കും. എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ നല്ല അടിപൊളി പെരുന്നാൾ തന്നെ നമുക്ക് കിട്ടി. ഇതൊന്നും നാട്ടിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാचिंग, कीप सपोर्टिंग एंड सब्सक्राइब. तो मैं ये कह रहा था गाँव कैसे था, यहाँ का लोग कैसे था, और आज का दिन कैसे चला, ये सब बोला, गाली वगैरह नहीं. ठीक है, इंशाल्लाह बहुत खुश हुआ है. जो आज का दिन कभी भी नहीं भूलेगा. कितना खुश है, दिल जीत लिया आप लोग ने. ठीक है, पर सब्सक्राइब कर लो, बाकी बाद में देख लेगा.